ഗായ്സ് വെൽക്കം ബാക്ക്. അങ്ങനെ മറ്റൊരു മനോഹരമായ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നൊരു ഇമോഷൻ ചാലഞ്ച് വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ ബക്കറ്റിനകത്ത് കുറേ ഇമോഷൻസ് കൂട്ടിക്കുഴച്ച് വെച്ചിട്ടുണ്ട്. സങ്കടം, സന്തോഷം, കാരുണ്യം, കരുണ, ദയ, പിന്നെ ശൃംഗാരം, അങ്ങനെ പല പല ഇമോഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ലോട്ട് എടുത്തതിന് ശേഷം ആർക്കൊക്കെ ഏതൊക്കെ ഇമോഷനാണ് കിട്ടുന്നത്, ഗെയിം ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ഒരു ഇമോഷനിലായിരിക്കും നമ്മൾ സംസാരിക്കേണ്ടത്, പെരുമാറേണ്ടത്, ബിഹേവ് ചെയ്യേണ്ടത് എല്ലാം ആ ഒരു ഇമോഷൻസിലൂടെ ആയിരിക്കണം. അപ്പോൾ അതാണ് ഈ ഗെയിം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൊക്കെ പോവാം. വീഡിയോയിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഗെയിമിംഗ് ചലഞ്ചിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഒരുത്തനെ കൂടെ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. ആ ഹതഭാഗ്യവൻ ഭയങ്കര ലേറ്റ് ആവും എന്ന് പറഞ്ഞ് എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അവൻ്റെ ഇടയിൽ കൂടെ ഇതിനകത്ത് കണക്ട് ചെയ്ത് എടുക്കാം. അവൻ വന്നോണ്ടിരിക്കണം എന്നാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ലോട്ടെട്. ഓ, എനിക്ക് സന്തോഷം. എനിക്ക് സങ്കടം, എനിക്ക് ദേഷ്യം. അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോയി വേണ്ടി എനിക്ക് ഇട്ടിരിക്കുന്ന സന്തോഷമാണ് ഇവിടെ. സങ്കടം, എനിക്ക് ദേഷ്യം. അപ്പൊ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ആദ്യത്തെ റൗണ്ടിൽ തന്നെ നമുക്ക് അമ്മയെ ഔട്ടാക്കാം. അമ്മ പോടാ, നിന്റെ അടുത്ത് കളിച്ച് എന്റെ അരി വെന്ത് പായസമായി. അരി വെന്ത് പായസമായോ? ഇവിടെ ഞാൻ അവരടിച്ച് ഹലവതിരിക്കും ബാബക്ക് കൊണ്ടുപോകും. അയ്യോ, അരി വെന്ത് പായസമായിരുന്നു. ഞാൻ എന്റെ അച്ഛനെ വിളിച്ച് പറയട്ടെ, അരി വെന്ത് പായസമായിരുന്നു. അയ്യോ, കുട്ടു വരണം. അമ്മ, കുട്ടു വന്നു. എന്താടാ വന്നേ? ചേട്ട വിളിച്ചു. നീ എന്റെ കൂടെ കാര്യം പറയൂലേ? കയറി ഇരേ അവിടെ. വെള്ളം വേണോടാ? വേണോ? ആ, കൊണ്ടുവരാം. അയ്യോ കുട്ടു, നീ വന്നിരുന്നല്ലേ? നിനക്ക് ചായ വേണമല്ലേ? ഞാൻ പോയി സഹായിക്കട്ടെ അമ്മ. നിനക്ക് വേറെ വല്ല വേണോ? നിനക്ക് വേറെ വല്ല വേണോ? ഒന്നും വേണ്ട. കുടിയാടാ വെള്ളം, കുടിയാടാ. മര്യാദക്ക് കുടിച്ചിട്ടേ പോവാം ഇവിടുന്ന്. അത്രയും കുടിക്കണം. നിനക്ക് ചേട്ടൻ വിളിച്ചാലും നീ വരുവോളൂ, ഞാൻ വിളിച്ചാൽ നീ വരൂല. ചോറ് വേണോടാ? ചോറ് വേണോ? ഇപ്പൊ തരും ചോറ്. അയ്യോ, മാറെവിടെ? ബക്കറ്റ് എവിടെ? ഈ ബക്കറ്റിൽ കുറെ ശൃംഗാരം, കരുണ, അങ്ങനെ കുറെ സംഭവങ്ങൾ ഇമോഷൻസ് എഴുതിയിട്ടിട്ടുണ്ട്. നീ ഇതിൽ ഒരെണ്ണം എടുക്കണം. എന്നിട്ട് അതേപോലെ ക്യാരക്ടർ പിടിച്ച് സംസാരിക്കണം. എടുത്ത് കളിക്കണം. അയ്യോ കുട്ടി, എടുത്ത് കഴിഞ്ഞു. ഇങ്ങോട്ട് കാണിക്ക്. ഇതേപോലെ ഞാൻ ഇത് ഫുള്ള് തീരും വരെ ഞാൻ ഇങ്ങനെ നിൽക്കും. ഡാൻസ് കളിയടാ. ഇന്ന് ഫുള്ളും കളിച്ചിട്ടേ പോവാ. നോക്കുന്നു. എനിക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യണം. ഓ മാമി, ഇന്ന് ചോറിന് എന്താ? മീനാണ്. മീനാണോ? ചേച്ചി എന്താ ചോറിന്? കേട്ടില്ലേ? മീനാണ്. മാമിക്ക് ഇഷ്ടംപോലെ. ഞാൻ പോട്ടെ. കഴിച്ചിട്ടേ പോവാവും. അങ്ങനെ പോണ്ട. ആ, അവിടെ ഇരിയടാ. അവിടെ ഇരിയടാ. അവിടെ ഇരി. അങ്ങനെ തോന്നിയോ? രാധാകൃഷ്ണ, അരുണേ, ചോറ് വേണ്ടേ? എനിക്കിപ്പോ ചോറ് വേണ്ട. അതെന്താ നിനക്ക് ചോറ് വേണ്ട? എനിക്കിപ്പോ ചോറ് വേണ്ട. എന്തുണ്ട് നിനക്ക് ചോറ് തിന്നാൻ വയ്യാത്ത കാര്യം? എന്തായാലും ചോറ് വേണം. ഞാൻ പറയാണ്, ഞാൻ പറഞ്ഞാ നീ തിന്നും, അല്ലെങ്കിൽ വായിൽ കുത്തി കയറ്റിക്കും. എനിക്ക് ചോറ് വേണ്ട. വേണം, വേണം. ഞാനിത് ആക്കി വേടി എന്നോട് ഉണ്ടാക്കി വെച്ചിരിക്കണേ. നിനക്ക് നീ തിന്നില്ലെങ്കിൽ ആര് തിന്നൂടാ ഇവിടെ? ശരി ശരി, ക്യാരക്ടറോട്. അമ്മ 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 ക്യാരക്ടർ വിട്ടാണ്. ക്യാരക്ടർ വിട്. വിട്ട്. ഞാൻ വിടാൻ പറഞ്ഞു. ഓ, ദാ വിട്ട്. ഔട്ട് പോയി. പൊക്കോ, അകത്ത് പൊക്കോ. എന്തായാലും ചേട്ടൻ എന്താ ചോറ് കഴിക്കാത്ത? അയ്യോ, ചന്ദനമടയിൽ അമൃത്. എന്റെ ചേട്ടൻ
വല്ലാണ്ട് ക്ഷീണിച്ചു പോയി. ഉണങ്ങി ചുക്കും ചുണ്ണാമ്പും പോലെ ഇരുന്ന കോഴിക്കാലോ. കോഴിക്കാലാണെങ്കിൽ എനിക്ക് ഇന്നാ എടുത്ത് കടി. എനിക്ക് ചിരിക്കണോ? അയ്യോ തോരാത്ത കണ്ണീരാണല്ലോ. എന്തൊക്കെയാ അവിടെ നടക്കുന്നത്? ഇതെന്തോന്ന് നീ ഒരാളല്ലേടാ. എന്നെ ടച്ച് ചെയ്യില്ല, എനിക്ക് ഇഷ്ടമല്ല. അമ്മ കേറി വാ, അകത്തിരിക്കാം. വാ മാമ ഇരിക്കാം. എന്താ മാമ ഇങ്ങനെ? അച്ഛാ അകത്തേക്ക് കേറി വാ അച്ഛാ. വാ മാമ ഇരിക്കാം. അവിടെ ഇരിക്ക്. ഇവിടെ ഇരിക്കച്ഛാ. എന്തിനാ? ഒരാവശ്യമില്ലെങ്കിൽ അവിടെ ഇരിക്ക്. എന്നെ കൊല്ലാനാണെന്ന് മനസ്സിലായത്? ഇല്ല, എന്തൊക്കെ ഉണ്ടായിരുന്നു വിശേഷം ഇന്ന് ജോലിക്ക് പോയിട്ട്? നല്ല വിശേഷം. മാമൻ ചോറ് കഴിച്ചു. ഇല്ല, എന്തേ? എന്താ കഴിക്കാത്ത? കഴിക്കാൻ പറ്റിയില്ല. അയ്യോ ഓടി ഓടി തളർന്നതേ വാടി കൊഴഞ്ഞ്. അയ്യോ അയ്യോ എനിക്കത് കണ്ടു നിൽക്കാൻ വയ്യ. ചോറ് എടുക്കട്ടെ? എന്തോ കാര്യം സാധിക്കാനാണോ? ചോറ് എടുക്കട്ടെ? കരഞ്ഞോണ്ട് എന്ത് സാധിക്കാനാ? ചോറ് എടുക്കാം. വേണ്ട, ചോറ് എടുക്കാം. നവിയാണ് പോ. ഞാൻ ചോറ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നല്ല എരിവുള്ള കറിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഞാൻ ഏകദേശം ഔട്ടായി. ഈ പൊട്ടൻ്റെ ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് ക്യാമറ ഓൺ ചെയ്യാതെ മറ്റേ ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നിനക്ക് അണിഞ്ഞൂടാ. അത് കാരണം ഇവൻ അത് ഷൂട്ടും ചെയ്തിട്ടില്ല. എന്തായാലും ഗെയിമിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ചൂട് ചായ ഗുപ്തനെ പോലെ ഊതി കുടിക്കുക. എന്ത് ചൂടാ? എന്ത് ചൂടാന്ന്? എടാ ആരെങ്കിലും ശൃംഗാരം എങ്ങനെ കാണിക്കും? ചൂടാ. അല്ല, ഒരു കാര്യമുണ്ട്. നേരത്തെ ക്യാമറ വന്നപ്പോ ചേച്ചിയെ കണ്ടില്ല. ചേട്ടൻ ഇങ്ങനെ തിരിച്ചപ്പോ നീ ഔട്ടായി. അയ്യോ അയ്യോ വന്നോ ഇല്ലെന്നുള്ളത് നീ അല്ല പറയണ. അയ്യോ ഇതാണ് നിന്റെ സന്തോഷം. പക്ഷെ എനിക്ക് കരയാനല്ലേ പറ്റൂ. അത് പിന്നെ നമ്മള് ക്യാമറ എറർ കണ്ടുപിടിക്കണം. അതാണ് ക്യാമറ ഞാൻ കറക്റ്റ് ആയിട്ട് നീ നേരത്തെ ചോറ് ഇന്ന സമയത്ത് ഓൺ ചെയ്ത് പിടിച്ചാൽ ഓൺ ചെയ്തിട്ടുണ്ട് അങ്ങനെയല്ലേ നീ പറഞ്ഞത്? ഞാൻ നോക്കിയപ്പോ ചേച്ചിയെ കിട്ടിയില്ല. അപ്പൊ എന്നെ മാത്രം ചേട്ടൻ എടുത്ത്. അതാണ് ഞാൻ പറയാല്ല, ഞാൻ ഔട്ടായില്ല. അത് നീ ശൃംഗാരത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ ഓക്കെ. നീ ശരിയല്ല, നീ അത് അതിന്റെ ഇടയിൽ എന്ത് പറയണമെങ്കിൽ നീ അത് ശൃംഗാരത്തിൽ പറയണമായിരുന്നു. അത് ടഫാണ് ഗൈസ്. അത് വളരെ വളരെ ടഫാണ് എല്ലാം. അത് കഴിഞ്ഞ പ്രാവശ്യം ഐസ്ക്രീം ചാലഞ്ചിൽ നീ വന്നിട്ടാണ് ഒന്ന് വിന്നറായിട്ട് പോയത്. ഞാൻ വിചാരിച്ച ഇത്തവണ നീ തന്നെ ഒന്ന് വിന്നറായിട്ട്. ക്യാമറ പിടിച്ചു. ഇല്ല, ഞാൻ വിചാരിച്ച ഇത്തവണ നീ തന്നെ വിന്നറാവും. ഞാൻ തോറ്റു കൊടുത്തതാണ് ഗൈസ്, എനിക്ക് വേണ്ട. മാളുവിനാണ് ചാൻസ്. ഇത് കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. നീ ജയിച്ചു. ഇപ്പോഴാണ് മത്സരം തീർന്നത്. നീ തോറ്റേ ഇപ്പൊ ഞാനല്ലേ ഉള്ളു. അപ്പൊ പിന്നെ കുഴപ്പമില്ല. അപ്പൊ നേരത്തെ റൗണ്ട് മൊത്തത്തിൽ കുളമായി പോയേക്കാണ്. നമുക്ക് ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ട് സെക്കൻഡ് റൗണ്ട് നമുക്ക് കുറച്ചുകൂടെ മെച്ചക്കാക്കാൻ വേണ്ടി ക്യാരക്ടറെല്ലാം സ്വിച്ച് ചെയ്തിരിക്കുകയാണ്. നിനക്ക് കിട്ടിയിരിക്കുന്നത് നേരത്തെ സങ്കടമായിരുന്നു, ഇപ്പൊ നിനക്ക് കിട്ടുന്നത് ദേഷ്യം. നിങ്ങൾക്ക് സന്തോഷം, എനിക്ക് ശൃംഗാരം, നിനക്ക് എനിക്ക് കരച്ചിൽ, സങ്കടം. മൊത്തത്തിൽ കരച്ചിലും സങ്കടം. അപ്പൊ ഇനി ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സ്റ്റാർട്ട്. അയ്യോ മാളു ചേച്ചി, ഞാൻ ഇന്ന് പറഞ്ഞ വഴിക്ക് ഒരു മാസ സീൻ. ഞാനും പോലീസും നേർക്ക് നേർ. ഞാൻ ഒന്നും പറഞ്ഞില്ല. ഞാനാണെങ്കിൽ എതിർത്ത് അവർക്ക് നേരെ ഇങ്ങനെ പാഞ്ഞു പോവുകയാണ്. അപ്പൊ അവരെന്നോട് ചോദിക്കുകയാണ് ലൈസൻസ് ഉണ്ടോന്ന്. ഞാൻ പറഞ്ഞു ഉണ്ടെന്ന്. ചേച്ചി ഇതെല്ലാം കേക്കണം. നീ പറയല്ലേ? മാമി ഞാൻ ചിരിക്കുന്നു. അയ്യോ തന്നെയായിരുന്നു. അയ്യോ മാമി, ഞാൻ എങ്ങനെ ഔട്ടാക്കും? അയ്യോ ദൈവമേ, എനിക്കറിയില്ലതോ. ചിരിച്ചു മറിയുന്നു. അയ്യോ അയ്യോ ദൈവങ്ങളെ, എന്ത് പറയൂ. അയ്യോ
മാമി എന്ത് പറയാനാണ് മാമി, എന്തെങ്കിലും പറ മാമി. ഞാൻ എന്താ പറയാ, എനിക്ക് ചിരിയേ വരണുള്ളൂ. നിന്റെ വർത്താനം കേട്ട ചിരി ചിരി വരണു. എന്തെങ്കിലും പറ മാമി. അയ്യോ ഒന്നും പറയാനില്ല, എനിക്ക് ചിരിയേ വരണം. കണ്ണടച്ചോണ്ട് കരണ്ട് ഞാൻ ചിരിച്ചോണ്ടിരിക്കാൻ. അയ്യോ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എന്ത് ചെയ്യുന്നതാണ് അയ്യോ അച്ഛന് ചോറ് കൊടുത്തില്ല, ഇതൊരു പഠിക്കുന്നത്. അച്ഛനെ പട്ടിണി കിടന്ന് ചാവോന്ന് അത് ചിരിച്ചുകൊണ്ട് പറയുന്ന ആ മനസ്സ്. പിന്നെ ഞാൻ എന്ത് പറയണ, പാവപ്പെട്ടൻ വന്ന് ജോലി കഴിച്ച് അയ്യോ എനിക്ക് ചിരി വയ്യാ, ചിരി സഹിക്കാൻ വയ്യേ. കിടന്ന് ചാവട്ടെന്ന് ചിരിച്ചോണ്ടാ പറയുന്നു. ഇമോഷൻ ഇല്ല ഇല്ല, ഞാൻ ചിരിക്കും, ഞാൻ ചിരിക്കും. എന്ത് പറയും? അയ്യോ എനിക്ക് ചിരി, അയ്യോ എത്ര ചിരി ചിരി. അയ്യോ ഇത് പറ്റൂല, ഇത് പിന്നെ ചിരിപ്പിക്കാൻ അതല്ല ഞാൻ ചോദിക്കട്ടെ. ഈ മാമി എനിക്ക് ചിരിപ്പിക്കാനായിരുന്നു, ഞാൻ എളുപ്പത്തിൽ ചിരിപ്പിച്ചു. പക്ഷെ ചിരിപ്പിക്കാൻ പറ്റൂല, ചിരിച്ചോണ്ട് പറയുന്നത് അൺസൈക്കബിൾ ആൻഡ് അൺവിശ്വസിക്കബിൾ ആയിരുന്നു. അയ്യോ എന്റെ വയറൊക്കെ നിങ്ങൾ മനസ്സിലായി. നിങ്ങളുടെ ഇമോഷൻ എന്ന് വെച്ചാലേ ഒന്ന് നേരത്തെ ഔട്ടാക്കിയ മോനാണ്. എനിക്കറിയാൻ ഇന്ന് തോക്കില്ല. എനിക്ക് അറിയാൻ വയ്യാത്തോട് ചോദിക്കാം, ഈ ശൃംഗാരം എന്ന് പറയുമ്പോഴത്തേക്ക് വെറും ചാത്തോട്ടല്ലല്ലോ ശൃംഗാരം. അങ്ങനല്ലേ എന്നെയല്ല അവളെ ഇത് എന്റെ പടലിൽ കിട്ടി കാരണം അവള് അല്ല ശൃംഗാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാ നീ എന്തിനു ചാന്തോട്ടല്ലാടാ കാണിച്ചത് ശൃംഗാരം എന്ന് പറഞ്ഞിട്ട്. അതല്ല എനിക്ക് ശൃംഗാരം അതല്ല. എനിക്ക് ആ എക്സ്പ്രഷൻ കിട്ടിയില്ല. അല്ല തോറ്റ് ഗൈസ് എന്നെ. അപ്പൊ ഈ കളി ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ക്യാരക്ടർ ഒന്ന് പിടിച്ചു വന്നപ്പോൾ തന്നെ നമ്മൾ ഔട്ടായിരിക്കുകയാണ്. അപ്പൊ ഇതേപോലെ ഇൻട്രസ്റ്റിംഗ് കളിയായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. ഈ കളി ആക്ച്വലി നമുക്ക് നേരെ ഒന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതൽ ഗവേഷണത്തോടെ നമ്മൾ പഠിച്ചിട്ട് ഇനി അടുത്ത പുതിയൊരു ഗെയിമായിട്ട് വരാം. അപ്പോൾ ടിൽ ദെൻ ഓക്കേ ബൈ.